അവിടെ പാർക്ക് ചെയ്തോളൂ. കഴിക്കാൻ ഇവിടെ എന്തൊക്കെയാ ഉണ്ടാവുക? ഇവിടെ ചിക്കൻ ഫ്രൈഡ് റൈസ്, മിൽക്ക് ഷേക്ക്, നൂഡിൽസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഓർഡർ ചെയ്യട്ടെ? ഞാൻ വെജിറ്റേറിയനാ. കിട്ടണത് എന്താന്ന് വെച്ചാൽ വിഴിക്കാൻ നോക്ക്. എന്റെ കാശില്ല കേട്ടോ. കാശില്ലാതെ വയറും വായിട്ട് ഇറങ്ങിയിരിക്കുക, കാലും ഫിറ്റ് ചെയ്ത്. ചേട്ടാ പുട്ടോ ഏത്തപ്പഴം എന്താണെന്ന് വെച്ചാൽ വേഗം അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുത്തേ. തന്റെ മോന്തക്ക് തീ പിടിച്ച ഒറ്റ ആന്തല കട മുഴുവൻ കത്തിപ്പോവും. ലഡു ഒക്കെ ഉണ്ടല്ലോ. ചേട്ടാ ഈ ചെറുപഴം എന്താവല? ചേട്ടാ ഡെറ്റോൾ ഉണ്ടോ? ഇല്ല, ചമ്മന്തി ഉണ്ട്. ചമ്മന്തി വെച്ച് ആരെങ്കിലും കൈ ഒഴുകോളൂ. കുറച്ച് ചൂടുവെള്ളം തന്നെ. കണിയുണ്ടതാവും. തനിക്കൊരു ജെറ്റ് ഇട്ടുടോ. ഇൻസേർട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കാ വൃത്തിയട്ടവൻ. വെള്ളം വെള്ളിട്ട് ഇറങ്ങാൻ ഇവനാരും മാലാക്കിയ. അയ്യോ ചൂടുവെള്ളത്തിന് വരെ തിളച്ചുകൊള്ളാണോ തരുന്നത്? ചേട്ടാ കരിക്കൊഴിച്ച വെറുതെ തൂക്കിട്ടേക്കല്ല. കരിക്കൊഴിക്ക്. അവിടെ എന്താ വേണ്ടത്? നിങ്ങൾ എന്തിനാണ് തല്ലിയത്? ഞാൻ തല്ലില്ലേ? അതെന്തിനാ ചോദിച്ചേ? വഴക്കുണ്ടാക്കിട്ട്. എന്തിനാ വഴക്കുണ്ടാക്കിയത്? ദേഷ്യം ഉണ്ടായിട്ട്. എന്തിനാ ദേഷ്യം ഉണ്ടായത്? ഇഷ്ടമല്ലഞ്ഞിട്ട്. എന്തിനാ ഇഷ്ടമില്ലാതെ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കിയത്? ആരായാള്? എന്റെ ഏട്ടനാ. സ്വന്തം ഏട്ടനെ തല്ലിയേ? ആ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയാ. അച്ഛനെ തല്ലേ തുടങ്ങാറ്. ഇത്തവണ അച്ഛനെ കിട്ടില്ല, അതുകൊണ്ട് ഏട്ടനെ തല്ലി. ആ, എല്ലാ കിന്നേരം അറിയണോ അല്ലേ? ഗോപി ആരാ ഗോപി? ഇയാടെ പേര് ഗോപിന്നാ? ഇയാൾക്ക് ഇവിടെ എന്താ പേര്? നല്ല ചീത്ത പേരാ. ആ, അതിപ്പോ മനസ്സിലായി. തല്ലായിരുന്നു ഞാൻ പലവട്ടം പറഞ്ഞ കേട്ടില്ല. ഇവിടെ തങ്ങാൻ വന്നൊന്നുമല്ല. പോവാ ഞാൻ. പോവേ? വന്ന് പെട്ടുപോയതാ ഇവിടെ. അപ്പോ നീ ഇന്ദുന്റെ കല്യാണത്തിന് വന്നല്ലേ? ഇന്ദുന്റെ കല്യാണം? അതെ, ഏട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. അത് ശരി, നീ വന്നു കേട്ടപ്പോ ഞാൻ കരുതി ഒക്കെ അറിഞ്ഞിട്ട് വന്നതാവുന്ന്. ചെറിയേട്ടനെ കല്യാണത്തിന് മുമ്പൊന്ന് കാണൂന്നുള്ള അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാ ഞാൻ കരുതിയേ. ദൈവം കേട്ടൊന്നുമല്ല. ഈ പിശാശ് തീവണ്ടിന്ന് ചാടി ഇറങ്ങിയപ്പോ ഇതിനെ പിടിച്ച് കയറ്റാൻ ഇറങ്ങിയത് ഞാൻ. ആരാ ഇത്? ആ, എനിക്കറിഞ്ഞൂടാ. നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ മുടിഞ്ഞ നാട്ടിൽ ഇറങ്ങില്ലായിരുന്നു ഞാൻ. ഇവിടെ നിനക്ക് മുടിഞ്ഞ നാടായത് എപ്പോഴാടാ? ഒടിപ്പിച്ച ഞങ്ങളാണോ? ഇവിടെ വരെ വന്നിട്ട് കല്യാണം കൂടാതെ പോവാണെങ്കിൽ നീ പൊയ്ക്കോ. ഓ, ഈ ബാഗും താനോട് ഒരുമിച്ചാണ് തന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നത്. തന്റെ തലയിലൊന്നും അല്ലല്ലോ ഇരിക്കുന്നേ, എന്റെ കയ്യിലല്ലേ. കള്ളന്മാരൊക്കെ നിറയുള്ള കാല. വിലപിടിപ്പുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തന്നേക്കും. അല്ല, ഞാൻ അലമാര വെച്ച് പൂട്ടിയേക്കാം. താക്കോൽ എപ്പോഴും എന്റെ മടിയിലുണ്ടാവും. ഇവിടുത്തെ അലമാരിയിൽ എന്തിരുന്നിട്ടാണോ ഇത്ര പൂട്ടണത്? പട്ടിണിയും ദരിദ്രമായിരിക്കും. ആരാ ഈശ്വര അലമാരി കണ്ടുപിടിച്ചത്? ഞാനും വന്നോട്ടെ? ഇയാളെന്തിനാ ഈ മുറി കുത്തി തുറക്കുന്നേ? ഇതെന്റെ മുറിയാ, കണ്ടു പൂട്ടിട്ട് പോയതാ. ഇതാരുടെ ഇതൊക്കെ? ഇയാള് വല്ലയിടത്തുനിന്നും കട്ടോണ്ട് വന്നതോ മറ്റാണോ? അല്ല, ഇതൊക്കെ എന്റെ തന്നെയാ. അയ്യടാ, അയ്യപ്പൻ വിളക്കിന് അലാവുദ്ദീൻ എന്താ കാര്യം? അലാവുദ്ദീനാ? അതായത് എന്റെ അമ്മായിപ്പനാ? അല്ല, എന്റെ അച്ഛൻ. എന്നാ അലാവുദ്ദീനായിരിക്കില്ല, അലവലാദീനായിരിക്കും. എന്താ പറഞ്ഞേ? അല്ല, ഇയാളുടെ മുറിയിൽ എന്താ ഈ കൊട്ടും വാദ്യൊക്കെ?
ആരുടെ ഈ വീണ? ഇത് എന്റെ അമ്മയുടെ വീണയാ. എന്റെ വീണയാ. എടാ, നിന്നെ അച്ഛൻ വിളിക്കണു. ഞാൻ പറഞ്ഞില്ലേ പറയണ്ടെന്ന്. അറിഞ്ഞു. നീ അല്ലാതെ വേറെ ആരാ ഇതിവിടെ വായിക്ക? അച്ഛൻ കേട്ടു. ഇവിടം വരെ ഞങ്ങളുടേതായിരുന്നു. ഇപ്പൊ അതെല്ലാം ഇവിടെയുള്ള ഒരു വല്യത്താന്റെ കയ്യിലാ. എല്ലാം തൊലച്ചു. ആര്? ഞാൻ തന്നെ. മിടുക്കൻ. എങ്ങനെ ഒപ്പിച്ചു? കളിച്ചു കളഞ്ഞതാ. എന്ത് കളിച്ച്? ചൂത് കളിച്ച്. ഇവിടെ മാത്രമുള്ള ഒരു ഏർപ്പാടാ. അമ്മച്ചിപ്പൂരത്തിന് എല്ലാ കരയൊന്നും കളിക്കാരെത്തും. കള്ളന്മാരാ കൂടുതലും. പലപ്പോഴും വെട്ടും കുത്തും വരെ നടന്നിട്ടുണ്ട്. അതിപ്പോയി പെട്ടതാ. തോറ്റപ്പോ വാശിയായി. കാശിന് വേണ്ടിയിട്ട് ഇതിന്റെയൊക്കെ ആധാരം വീട്ടിൽ നിന്ന് കട്ടെടുത്ത് വല്യത്തേന്റെ അടുത്തുകൊണ്ട് പണം വെച്ചു. അത് പോയി. വേണ്ടാത്ത പണിയായി പോയി. പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെയോ? പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന ജോത്സ്യം പറഞ്ഞേ. അപ്പൊ ജീവിതം മുഴുവനും തനിക്ക് ചീത്ത സമയ? ഇനിയിപ്പ അങ്ങോട്ട് ശുക്രനാ. വൈകാതെ വല്യത്താന്റെ കയ്യിൽ നിന്ന് എല്ലാം തിരിച്ചു വാങ്ങും. അതിനുള്ള കാശിപ്പം തന്റെ കയ്യിലുണ്ടോ? കയ്യിലില്ല, പക്ഷെ കയ്യെത്തും ദൂരത്തുണ്ട്. എന്നുവെച്ചാ? തന്റെ ബാഗിലോ ഒരു കടുങ്കഥ പറഞ്ഞാടോ. കാശ് കൊടുത്ത് ഞാൻ ഈ വയലൊക്കെ തിരിച്ചു വാങ്ങും. എന്നിട്ട് വിത്ത് വിതയ്ക്കും, കൊയ്യും. കൊയ്ത്ത് നടക്കുമ്പോ ഞാൻ എന്റെ അച്ഛനെയും തോളിക്കേറ്റി അതിന്റെ ഇടയിൽ കൂടി മുതലാളിയായിട്ട് അങ്ങനെ നടക്കും. അച്ഛന് വലിയ സന്തോഷാവും. പിന്നെ ദാ അവിടെ ഒരു നല്ല കൊച്ചു വീട്. അവിടെ ഞാനും എന്റെ അച്ഛനും. നിങ്ങൾ രണ്ടുപേരും മാത്രായ ബോറടിക്കില്ലേ? കൂട്ടിനൊരാളാവാം, പക്ഷെ വലിയ സൗന്ദര്യമൊന്നും വേണ്ട. ഒരു സാധാരണ ഐശ്വര്യ പോലെ ഒരു പെണ്ണ്. ഓ, എന്നാ പിന്നെ ഐശ്വര്യ റോയത്തിനെ കെട്ടിക്കൂടെ? അല്ല, അവർക്ക് അവരുടേതായ ചില സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? നമ്മൾ പെട്ടെന്ന് പറയുമ്പോ അതൊരു ബുദ്ധിമുട്ടായാലോ. എന്നെ പറ്റി എന്താ വിചാരിക്കുക? എന്നിട്ടെന്താ, ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കും. വലിയ അത്യാഗ്രഹമൊന്നുമില്ല കേട്ടോ. ഒരു 100 വർഷം കഴിഞ്ഞുകൂടി പോയാ മതി. ചില്ലറ മോഹമൊന്നുമല്ല. ഒക്കെ നടക്കുന്നേ. എന്റെ സ്വപ്നവും തന്റെ സ്വപ്നം ഒക്കെ നടക്കും. എന്റെ കാര്യം എനിക്കറിയില്ല. താൻ ധൈര്യമായിട്ടിരിക്കണോ? ഞാൻ തന്റെ കൂടെ ഉണ്ട്. നമ്മളിപ്പോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയില്ലേ? തന്നെ കെട്ടാൻ പറ്റില്ലെന്നെങ്ങാനോ ചെക്കൻ പറഞ്ഞ ഇടിച്ച് ഞാൻ എന്റെ പരിപ്പെടുക്കും. അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും എടുക്കും. ഫെലിക്സ് പാവാ, എന്തെങ്കിലും കുടുക്കില് പെട്ടതാവും. എന്നാ ഞാൻ തന്റെ കൂടെ വന്ന് അയാൾ ആ കുടുക്കി നൂരി തന്റെ കയ്യിലിട്ട് തരും. പോരെ? താൻ വാ. വാടോ.